സ്വപ്നത്തിലൊരു ഭർത്താവും ജീവിക്കുന്നത് വേറെ ഭർത്താവും. അതാണ് ഇന്നത്തെ പ്രശ്നം. സ്വപ്നത്തില് നമുക്കൊരു ഭർത്താവിന്റെ രൂപമുണ്ട്. ഈ രൂപമുള്ള ഭർത്താവാണ് നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭർത്താവിനെ ആഗ്രഹിച്ച് നടന്ന് കിട്ടുമ്പോൾ ഈ ആഗ്രഹിക്കുന്ന ഭർത്താവിനല്ല എനിക്ക് കിട്ടുന്നത്. പിന്നെ ജീവിക്കുന്നത് വേറെ ഒരു ഭർത്താവ്. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റാണ്. ഈ കോൺഫ്ലിക്റ്റ് കാരണം പിന്നെ എപ്പോഴും വഴക്കാണ്, എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളാണ്, എപ്പോഴും ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുടുംബത്തെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കാൻ ഔസേപിതാവ് ദൈവം തന്ന ദാനമാണെന്ന് മാതാവ് ചിന്തിച്ചു. മാതാവ് ദൈവം തന്ന ദാനമാണെന്ന് ഔസേപിതാവ് ചിന്തിച്ചു. പിന്നെ ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, എന്തെങ്കിലും പിന്നെ പഴയ കാര്യത്തെക്കുറിച്ച് ഔസേപിതാവ് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? വീണ കാര്യങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വഴക്കൂടുന്ന സമയത്ത് ഇങ്ങനെ നീ അല്ലെങ്കിലും അങ്ങനെയല്ലേ, നീ അങ്ങനെയാണല്ലോ, ഈ കുഞ്ഞ് എൻ്റെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഔസേപിതാവ് കുറ്റപ്പെടുത്താനൊന്നും പോയിട്ടില്ല. നമ്മളാണെങ്കിൽ ഓരോ വഴക്ക് വരുമ്പോഴും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്.